അമേരിക്ക ഇറാനെതിരെ വ്യോമാക്രമണം ആരംഭിച്ചപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ മിസൈലുകൾ പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം ഇറാന്റെ ഡ്രോൺ ശക്തിയെക്കുറിച്ച് പറഞ്ഞതുമില്ല. എന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഡ്രോണുകൾ മിഡിൽ ഈസ്റ്റിൽ സംഘർഷത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. അതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ആക്രമണങ്ങളിൽ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് ഇറാൻ നിർമ്മിക്കുന്ന ഷാഹേദ് 136 ഡ്രോൺ എന്നറിയപ്പെടുന്ന കാമിക്കാസെ ഡ്രോണുകളാണ്. ഇവ സാധാരണ ഡ്രോണുകളല്ല. ഈ ഡ്രോണുകൾ ഒരു ലക്ഷ്യസ്ഥാനത്ത് പതിക്കുമ്പോഴോ ഇടിക്കുമ്പോഴോ പൊട്ടിത്തെറിക്കുന്ന തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളാണ് വഹിക്കുന്നത്. ഇവയുടെ വില ഏകദേശം $2000 മുതൽ $50,000 വരെയാണ്. വില കുറവാണ് എങ്കിലും ഇതിലൂടെ ഉണ്ടാകുന്ന നാശനഷ്ടം വളരെ വലുതാണ്. ഇറാൻ മിഡിൽ ഈസ്റ്റിൽ ഉടനീളം 2000-ലധികം ഡ്രോണുകൾ വിക്ഷേപിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഏറ്റവും മാരകമായ ആക്രമണം കുവൈറ്റിലെ ഒരു സൈനിക താവളത്തിലാണ് നടന്നത്. അവിടെ ഒരു ഡ്രോൺ പതിച്ചതിനെ തുടർന്ന് 6 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ഈ സംഭവം മിഡിൽ ഈസ്റ്റിലെ സംഘർഷം എത്രത്തോളം അപകടകരമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്നതിന്റെ ഉദാഹരണമാണ്. ഡ്രോൺ ആക്രമണങ്ങൾ മിഡിൽ ഈസ്റ്റിലെ ഊർജ്ജ മേഖലയെയും ബാധിച്ചു. റാസ് തനൂരയിലെ സൗദി അറേബ്യയുടെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയിൽ ഒരു ഡ്രോൺ ആക്രമണവും പിന്നാലെ തീപിടുത്തവും ഉണ്ടായി. ഇതോടെ അവിടുത്തെ എണ്ണ ഉൽപാദനം താൽക്കാലികമായി നിർത്തിവെക്കേണ്ട അവസ്ഥ വരെ വന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇറാന്റെ കരുത്തായ ഡ്രോൺ ശേഖരങ്ങളെയാണ്. ഡ്രോണുകളുടെ ഈ ഉപയോഗം പുതിയ കാര്യമല്ല. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ റഷ്യ ഈ ഷാഹേദ് ഡ്രോണുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഡ്രോണുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവയുടെ രൂപകൽപ്പനയും കുറഞ്ഞ ചെലവുമാണ്. എന്നാൽ അവ സൃഷ്ടിക്കുന്ന നാശനഷ്ടം വളരെ വലുതാണ്. ഇത് ഡ്രോണുകൾ ആധുനിക യുദ്ധത്തിലെ പ്രധാന ആയുധങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു എന്നതിന് തെളിവാണ്. യുദ്ധവിമാനങ്ങൾ അയച്ച് ആക്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം ചിലവ് കുറഞ്ഞ ഡ്രോൺ വഴി ഒഴിവാക്കാൻ സാധിക്കും. എപ്പോഴും ഒരു മുഴ മുന്നേ ചിന്തിക്കുന്ന അമേരിക്കയുടെ ബുദ്ധിശാലി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ട്രംപ് ഈ ഭീഷണി നേരിടാൻ കുറഞ്ഞ ചെലവുള്ള ഡ്രോൺ പ്രതിരോധ ആക്രമണ സംവിധാനം വികസിപ്പിച്ചിട്ടുണ്ട്. അതാണ് ലൂക്കാസ്, ലോ കോസ്റ്റ് അൺക്രൂഡ് കോംബാറ്റ് അറ്റാക്ക് സിസ്റ്റം. US സേനയുടെ തലവൻ ബ്രാഡ് കൂപ്പർ പറയുന്നതനുസരിച്ച് ഇറാന്റെ ഡ്രോൺ ഡിസൈൻ ആശയം മനസ്സിലാക്കിയ ശേഷം അതിനെ കൂടുതൽ മെച്ചപ്പെടുത്തി അമേരിക്ക സ്വന്തമായി വികസിപ്പിച്ചെടുത്തതാണ് ലൂക്കാസ്. ഡ്രോണുകൾ ആധുനിക യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്ന ഈ സാങ്കേതിക വിദ്യ വലിയ രാജ്യങ്ങളുടെ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾക്കും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിലെ യുദ്ധങ്ങളിൽ ഡ്രോണുകൾ കൂടുതൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുമെന്നാണ് വിലയിരുത്തൽ.